ബ്രോ ആ ആ, ബാബു എന്തിരി അല്ലല്ല ഇപ്പൊ കറക്റ്റ് വന്നേ ഉള്ളൂ. പറ 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 ബാബു. എന്തിരി അല്ലല്ല എലിയുടെ ഒരു റീൽ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അയ്യോ ഞാൻ ഷെയർ ചെയ്തില്ല കേട്ടോ ബ്രോ. ഞാൻ നമുക്ക് അറിയാലോ, നമുക്ക് സ്നേഹമാണ് വലുത്. ഞാൻ സാധാരണ ഞാൻ ഒരു കാര്യം പറയട്ടെ, ബ്രൈറ്റ് ഫോക്സിന്റെ ഇതിനകത്ത് തിന്നുന്നതല്ലാതെ എന്തെങ്കിലും ഒരു കൊളാബ് കണ്ട അത് നമ്മൾ നോർമലി കാണുന്ന കൊളാബ്സ് അതാണ്, അതെ, തിന്നുക തിന്നുക അതെ, അങ്ങനത്തെ. അല്ലാതെ ഒരു കൊളാബ് വന്നപ്പോഴേ എനിക്ക് അറിയാവുന്നത് അത് എനിക്കിട്ടുള്ളതാണെന്ന് ഞാൻ അപ്പോഴേ നോട്ട് ഇൻട്രസ്റ്റ് അടിച്ചു കൊടുത്ത്. അതെ, എനിക്ക് എന്നെ വിളിച്ചിരുന്നു, ഫോൺ വിളിച്ചിരിക്കുന്നു, മെസ്സേജ് അയച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് മണി ഓർഡർ ഇന്ന് വരും തോന്നുന്നു. എല്ലാം ചെയ്തിരിക്കും കൊളാബ് അക്സെപ്റ്റ് ചെയ്യുമെന്ന്. നീ അതില് നീ ഇപ്പൊ ലൈവ് കാണാൻ വരുന്നതിന് മുമ്പ് അക്സെപ്റ്റ് ചെയ്തല്ലേ? ഇല്ല ഇപ്പൊ എനിക്ക് അർജന്റ് റീചാർജ് ചെയ്യാൻ പൈസ ഇല്ലായിരുന്നു, അതുകൊണ്ട് മാത്രം. ഞാൻ ചെയ്തുതരാം. എത്ര വേണ്ടതെന്ന് വെച്ചാ പിന്നെ കുഴപ്പമില്ല. മണി ഓർഡർ ഒക്കെ നാളെ എന്തിനാ മണി ഓർഡർ ഒക്കെ തിരിച്ചയക്കാൻ പോവാതെ ഇവിടെ ചാറ്റ് ഓഫ് ചെയ്യണം. ഞാനൊരു ചലഞ്ച് പറയും, ആ ഗെയിം കളിക്കണം. ഓക്കെ ചാറ്റ് പറഞ്ഞു തരും. ചാറ്റ് കുറച്ചു നേരം മറ്റേ സ്റ്റിക്കർ ഉള്ളിൽ ഇട്ട് വെക്കണം. ഓക്കെ സ്റ്റിക്കറുകളൊക്കെ. ഓക്കെ, എന്താ ഗെയിം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്ക്. എന്ത് ഗെയിം? സ്റ്റീം എടുത്തേ. സ്റ്റീം ഈ ഇടയ്ക്ക് കണ്ടുപിടിച്ചാണ് കോക്കനട്ട് സിമുലേറ്റർ 2. കോടോഫർക്ക് ആരെ കൊണ്ടും പറ്റില്ല ബ്രോ, ഇത് കളിക്കണം. ചാറ്റ് സ്റ്റിക്കർ ഉള്ളിലാണേ. കോക്കനട്ട് സിമുലേറ്റർ 2. കേട്ടോ, വെർത്താണ് പൈസക്ക്. അതല്ല, അത് ഇവിടെ എത്ര സമയത്തിൽ തീർക്കാൻ പറ്റും നോക്കട്ടെ. കോക്കനട്ട് സിലിണ്ടർ 52 രൂപ. 52 രൂപ അങ്ങ് വാങ്ങുന്നു. 52 രൂപ ജീവിതം. ഇതെന്ത് ഇതിന്റെ ഡൗൺലോഡ് റിവ്യൂ ആണ് പറഞ്ഞു. അല്ലല്ല, അത് നോക്കി കളിക്കില്ല, വീഡിയോ സ്പോയിലർ ഉണ്ട് റിവ്യൂല്. ട്രെയിലറിലെ സ്പോയിലർ ഉണ്ട്. അതെനിക്ക് ഞാൻ സ്ക്രീൻ ഹൈഡ് ചെയ്തോട്ടെ ഒരു മിനിറ്റ്. ഓക്കെ ഇതെന്തുകൊണ്ടാണ് 52 രൂപയ്ക്ക് ഒരു ഗെയിം ഞാൻ ആദ്യമായിട്ട് സ്റ്റീമിൽ കാണണേ? അല്ല അത് പക്ഷേ സ്ട്രീമർ ഗെയിം ഓഫ് ദ അവാർഡ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ സാധനം? ഓ അതൊക്കെ നിന്റെ തെള്ളു, അത് വേറെന്തോ ഊമ്പിക്കലാന്ന് എനിക്ക് മനസ്സിലായി. വെരി പോസിറ്റീവ് റിവ്യൂ ഒക്കെ നോക്കി നോക്ക്. இப்பதான் நோக்காதன்னு சொல்லிட்டு இப்ப ரிவ்யூ நோக்குன்றேன். ഇവിടെ വേറെ ലൈവ് ആണോ? നിങ്ങളുടെ വേറെ ലൈവ് ആണോ താഴോട്ട്? അല്ല അയ്യോ അതിന്റെ എന്തായിരുന്നു, ഞാൻ മറന്നു പോയടാ. എനിക്ക് ഓർമ്മ ഉണ്ടെന്ന് കാർഡ് അയച്ചു തരാം. അയ്യോ അതല്ല അത് ഇതെങ്ങനെ ഇത് മാറ്റാൻ പറ്റത്തില്ല പേയ്മെന്റ് മെത്തേഡ്? മറ്റു അവിടെ ക്ലിക്ക് ചെയ്ത് UPI ഉണ്ടല്ലേ? ഓക്കെ നീ ഇത്ര കാര്യത്തോടെ ഇത് പൊക്കിക്കൊണ്ട് വരുന്ന ഇത് എന്നെ ഊമ്പിക്കാനാണെന്ന് എനിക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. ബ്രോ പക്ഷെ ഊമ്പിക്കാനല്ല, അത് കഴിവുണ്ടെങ്കിൽ തീർക്കാൻ പറ്റും. പക്ഷെ അത് കുറച്ച് ടഫാണ്. പക്ഷെ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര സിമ്പിൾ ആണ്. ആണോ അല്ലേടാ ഇവിടെ ഇരിക്കുന്നവര് പറ? കണ്ടുപിടിക്കണ വരെ കുറച്ച് ടഫായിരിക്കും. അത് ബ്രോ എത്ര ടൈം എടുക്കും നമുക്ക് അറിഞ്ഞാൽ മതി. അഥവാ കണ്ടുപിടിച്ചാ 52 രൂപയ്ക്ക് എന്തായാലും വെർത്താ. പൈസക്ക് 52 ഒന്നുമല്ല, ഒരു 520 രൂപ കൊടുത്താലും നഷ്ടമില്ല. போங்கு നിന്ന് കുറച്ച് വിഷയമാണ് കേട്ടോ. പറഞ്ഞെടുക്കല്ലേ. ബാക്കിയുള്ളവർ കഷ്ടപ്പെടുമ്പോ കാണാൻ കഷ്ടപ്പെടട്ടെ. ഇത് എന്തെങ്കിലും ചലഞ്ച് ആണെങ്കിൽ ഓക്കെ, ഞാൻ തീർക്കാം. ചലഞ്ചാണ്. சேலஞ்ச் சொல்லிடு. ரிவார்டு என்னன்னு கேளு. ഇത് തീർത്താ എന്ത് തരും എനിക്ക്? ഇപ്പൊ ഈ ലൈവിൽ തന്നെ ഞാൻ തീർത്താ? ഈ ലൈവിൽ തന്നെ ഇത് 2 മണിക്കൂർ കളിക്കുകയാണെങ്കിൽ മറ്റേ സാധനം നാളെ വീട്ടിൽ കൊണ്ടുവരും. എത്ര വണ്ടിക്കൂലി ആയാലും എനിക്ക് പ്രശ്നമില്ല. അല്ലെ മറ്റന്നാളെ. ഉറപ്പാണോ? ഉറപ്പാ. ഓക്കെ 2 മണിക്കൂർ കളിച്ച அது ஏன் 2 மணிக்கூர்? சீக்கிரமா தானே முடிக்கணும்னு പറഞ്ഞു. അല്ല, അത് 2 മണിക്കൂർ സമയം കൊടുത്തിട്ടുണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് 2 മണിക്കൂർ തീർക്കണം. 2 മണിക്കൂർ കളിച്ചിരിക്കണം. കോച്ചിന് തന്ന പോലെ ചാലഞ്ചൊന്നും തന്നില്ലല്ലോ ഈ 2000. ഇത് 1 GB ഉള്ളടാ ഇത്. ഇത് ഞാൻ പറയട്ടെ, മറ്റേ ചാടി പോണ കളി വല്ലതും ആണോ? മറ്റേ ഈ ഒബ്സ്റ്റക്കിൾസിലൊന്നും തട്ടാതെ? ഇല്ല കളിക്ക്. ഇത് ഡൗൺലോഡ് ആയോ എത്ര പെട്ടെന്ന്? ഡൗൺലോഡ് ആയി 1 GB.
1 GB per second അല്ലേ? 1 GB per second അപ്പൊ 1 സെക്കൻഡ് ഡൗൺലോഡ് ആയി. കോക്കനട്ട് സിമുലേറ്റർ റിവ്യൂ വെരി പോസിറ്റീവ്. പ്ലേ ഓക്കേ. ആർക്കേഡ് റിയലിസ്റ്റിക്. ആദ്യം ആർക്കേഡ് കളിക്ക്. ആർക്കേഡ് കളിക്ക് ആദ്യം. എന്താ ഇല്ല കളിക്ക പറയട്ടെ അത് കണ്ടുപിടിക്കട്ടെ എങ്ങനെയാന്ന്. ഇതിന്റെ പ്രസ് H to hide HUD, press N to mute ambient sound, press M to mute music. കുറെ ഗെയിം ഒക്കെ ഉള്ള ഗെയിമാ. HUD സ്കോറൊക്കെ കൂടുന്നുണ്ട്, അത് ശ്രദ്ധിച്ചായിരുന്നോ? ആ സ്കോർ കൂടുന്നുണ്ട്. എടാ ഇത് കീ ഒന്നും ഇല്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങളില്ല. ഹലോ എന്താ ഹലോ കോച്ച് വിളയാടാ ഇതിനകത്ത്. ഇത് ബഗ്ഗാണെന്ന് പറഞ്ഞോട് എന്റെ WASD ഒന്നും ഞെക്കിട്ട് വരുന്നില്ല. റിയലിസ്റ്റിക് കളിച്ചു നോക്കി. അല്ലല്ല റിയലിസ്റ്റിക് അല്ല. ആലോചിച്ച് ഈ ഗെയിമിന്റെ പേരെന്താ? ഗെയിമിന്റെ പേരെന്തായിരുന്നു നോക്കട്ടെ. കോക്കനട്ട് സിമുലേറ്റർ 2. ഓക്കെ. തേങ്ങ എന്ത് ചെയ്യും? തേങ്ങ എന്ത് ചെയ്യുമെന്നോ? ഒരു മരത്തിൽ നിന്ന് താഴെ വീണ തേങ്ങ എന്ത് ചെയ്യും റിയൽ ലൈഫില്? അവിടെ കിടക്കും. അതാണ് അവിടെ കിടക്കുന്നത്. ബേസിക്കലാ നീ ഒരു തേങ്ങ മണ്ടേനായിട്ടടാ എങ്കില് കോച്ച് എന്റെ 52 രൂപ കൊണ്ടുപോയി. എന്റെ 1 GB. അത് ആർക്കേഡ് ആയോട്ടെ ബ്രോ. ഇത് റിയൽ ലൈഫ് റിയൽ തേങ്ങ കളിച്ചു നോക്കിയേ. അതാകുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനെങ്കിലും പറ്റും. ക്യാരക്ടേഴ്സ് ഇതെന്താ കൊറേ അത് ഏത് തേങ്ങ വേണമെന്ന് സെലക്ട് ചെയ്യാം. കൊട്ട തേങ്ങ, നോർമൽ തേങ്ങയായിട്ട് കളിച്ചാൽ മതി ബ്രോ. പേട്ട് തേങ്ങ അത് പൊളിച്ച ഷൈനി അതൊക്കെ സ്കോർ ഇത്രയും ഉണ്ടെങ്കിൽ അത് വാങ്ങാൻ പറ്റത്തുള്ളൂ. ഒരുപാട് നേരം ഇരിക്കണം അതില്. റിയലിസ്റ്റിക്. റീൽസ് കണ്ടിട്ടുണ്ടല്ലോ. കോക്കനട്ട് ഹാസ് നോ ഐസ് ഓർ ഇയേഴ്സ് സോ യു കാൻ സീ ഓർ ഹിയർ എനിത്തിങ്. റിയലിസ്റ്റിക് ഗെയിം മോഡ് സെലക്ടഡ്. ഓക്കെ. Successfully wasted 55 rupees. ചേട്ടോടായിക്കോളാം. എങ്ങനെ പറ്റണടാ ബാബു നിനക്ക്? നീ ഇത് റീൽ വന്നിട്ടാ അല്ല അല്ലടാ ഞാൻ പറയട്ടെ, സ്റ്റീമിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന ഈ ചെറിയ ഗെയിംസിന് എപ്പോഴും ഓരോ എന്തെങ്കിലും ബഗ് ഉണ്ടാവും, മനസ്സിലായി? സ്വിച്ചും മറ്റേ ഇതുമല്ല. ഞാൻ അതാണെന്നാ വിചാരിച്ച കഴിച്ച എന്റെ 55 രൂപയും 1 GB. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പറയാനോടാ ഇങ്ങനെ തൂമ്പിക്ക്? ഞാൻ ഓർത്ത് എന്താണെന്നറിയോ, ഈ തേങ്ങ വല്ല മൂവ് ആവുന്ന മറ്റേ എന്തിലും തട്ടി വെച്ച് ബുദ്ധിമുട്ട് ചെറിയ സൈസ് പറഞ്ഞ ഹാർഡ് ആയ ഗെയിംസ് ഉണ്ട്. മുടിഞ്ഞു പോവാ നീ, മുടിഞ്ഞ്. റീഫണ്ട് കേളടാ. ഐ ടെൽ യു റീഫണ്ട് കേൾ ഉടനെ ഇൻസ്റ്റന്റ് റീഫണ്ടബിൾ ആണെന്ന് തോന്നുന്നു കൊച്ചി. കുഴപ്പമില്ല, 55 രൂപ ഇവൻ വായിലെടുത്ത് തോന്നുന്നു വിചാരിച്ചോളാം ഞാൻ. ആടാ ഇപ്പൊ തേങ്ങാ മണ്ടയൻ പട്ടം വന്നിരിച്ചടാ എങ്കിലൊടക്ക്. തേങ്ങാ മണ്ടേന്ന് പട്ടോ മലയാളത്തിലെങ്കിലും പറ, എനിക്ക് മനസ്സിലാവില്ല. പൂക്കിട്ടിരിക്കുമ്പോഴാണോ വേറെ ഭാഷ പറയണേ? ഇപ്പോഴാണ് ഇത്തിരി സന്തോഷമായി. ഞാൻ ഇനി കിടന്ന് ഉറക്കട്ടെ. ബൈ ഗൈസ്. സമാധാനായിട്ട് സന്തോഷമായിട്ട്. എന്ത് സന്തോഷമാവും നിനക്ക് ഇത് കിട്ടണേ? നീ 2 ദിവസം എലിയുടെ ക്ലിപ്പ് നോക്കി ഉറങ്ങി, അതിന്റെ ഒരു മൂഡ് പോയപ്പോഴത്തേക്കും നീ ഇത് വീണ്ടും വന്നല്ലേ? അവ ഇൻസ്റ്റാവേ തുറക്കില്ല. ബാബു ബൈ.
എനിക്ക് ഡിസ്കൗണ്ട് റോൾസ് നോക്കാനുള്ള മൂഡ് പോയത്. ഞാൻ സിറ്റി കയറാണ്. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ബൈ, ടാറ്റ. ഇന്നത്തെ മുഴുവൻ കഴിഞ്ഞു. നിങ്ങക്ക് ആർക്കെങ്കിലും ഒരു പാട്ട് കേൾക്കുന്നുണ്ടോ? ഫയമായിരിക്കും. അപ്ഡേറ്റ് വന്നു. ആ 5 അല്ല, വാൾപേപ്പർ ആണെന്ന് തോന്നുന്നു. ആ വാൾപേപ്പറാ. സോ Wallpaper ഗൈസ്, engine. ഇത്രേ ഉള്ളൂ. ഡെസ്ട്രോയുടെ ലൈവ് നോക്കാനോ? ഡെസ്ട്രോയുടെ ലൈവിൽ എന്താ? ഇത് എസ്കേപ്പ് എന്നൊക്കെ പറയണ്ടായിരുന്നു. എസ്കേപ്പ് RP. പലത് ഓർമ്മ പറഞ്ഞ. ഡെസ്ട്രോ ലൈവ് അല്ലല്ലോ ഇതിന്. കഴിഞ്ഞ ലൈവ് കാണുന്നില്ലല്ലോ. 21 മണിക്കൂർ മുമ്പത്തെ 6 മണിക്കൂർ 40 മിനിറ്റ് ലൈവ് ആയിരുന്നു കാണണം ഫുള്ള്. 1.23 hour. അതാ പറയണേ. എന്താ 1 hour 23 minutes 20 seconds. 1 hour 23 മിനിറ്റോ? സ്ക്രീൻ ഷെയർ ചെയ്തിട്ടോ. ഓ, സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം. വെയിറ്റ്. അതെന്താ നോക്കിയിട്ട് കയറാം കേസ്. ഒരു മിനിറ്റ്. ആ 5M കത്തിപ്പോയി. ഇതല്ല സെക്കൻഡ് ലൈവ് എന്ന്. ഇതല്ല സെക്കൻഡ് ലൈവ്. ഇതിന് മുമ്പത്തെ ഡെസ്ട്രോടെ ആണോ സെക്കൻഡ് ആണോ? 6 ലൈവ് എടുക്കണം. സെക്കൻഡ് നെസ്റ്റോടെ സെക്കൻഡ് ലൈവ്. സെക്കൻഡ് ലൈവ്. എടാ, ഞാനൊരു കോമഡി പറഞ്ഞതല്ലേ. നമുക്ക് കളിച്ചില്ല. ഈഗിൾ ബ്രോ അടുത്ത കൊല്ലം മറ്റേ 6 പാക്ക് റിവീലിംഗ് ഉണ്ടോ? പോടാ കുണ്ണെ. ഇവിടെ വേറൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതിന്റെ പുറകോട്ടല്ലേ? എത്രയാ? 2? ആ, ഇതെനിക്ക് മനസ്സിലായി. അവിടുന്ന് പ്ലേ ചെയ്തോ. കുറച്ചും കൂടെ വിളിച്ചോ. ഒന്നും കൂടെ ഓടിച്ചോ. ഓടിക്കാനുണ്ട് കുറച്ച്. ഞാനല്ല വണ്ടി ഓടിക്കുന്നത്, അവനാ വണ്ടി ഓടിക്കുന്നത്. അല്ല, അതൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ. പാലക്കാട് ഇതാണോ? ഓടിച്ചോ. ഒരു 50 സെക്കൻഡിൽ ഓടിച്ചോ. 21 പറഞ്ഞ പോലെ 50 സെക്കൻഡ് ഓടിച്ചോണ്ടിരിക്കണേ. വണ്ടി ഓടിച്ചോ. 50 സെക്കൻഡ് എവിടാണാ? 23 ആ. ഇവിടുന്ന് പ്ലേ ചെയ്തോ. പ്ലേ ആയിക്കൊണ്ടിരിക്കുമല്ലോ അത്. വാടാ വാ ഉണ്ടാ ബാ. ബോയ് കൊടക്കുണ്ടാവണേ. இது டிராப் பண்றான் பூதி. புண்டச்சு கேம் ஒண்ணு அறியல. அது கூதி. ഇത് வந்து ഗ്യാങ് ഇത്രയൊക്കെ സംസാരിക്കുവായിരുന്നു ഇവൻ. റേഡിയോ കോൾ പോലും തന്നിട്ടില്ല ഇതിന്. സത്യം, റേഡിയോയിലൊരു കോൾ പോലും പറഞ്ഞില്ല കേട്ടാ. ഫ്ലിപ്പ് എഫക്ട്സ്. അയ്യേ, നിന്നോടൊക്കെ ഞാൻ എന്ത് തിരിച്ചു പറയണ? ഞാൻ എന്ത് തിരിച്ചു പറഞ്ഞാൽ വേണ്ട. അമ്മ 2 ദിവസമായി ഉറങ്ങിയിട്ട്. എന്ത് തിരിച്ചു പറയണ? 2 ദിവസമായിട്ട് ഇൻസ്റ്റ ഒന്നും തുറന്നിട്ടില്ല. ചാനൽ ഡിലീറ്റ് ആക്കി 2 പേര്. വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത്. ഹെയ്റ്റ് പക്ഷെ പ്രശ്നമല്ല. ആർക്കും ഹെയ്റ്റ് പ്രശ്നമല്ല. അവർക്ക് ഓൾറെഡി അറിഞ്ഞായിരുന്നു അല്ലേ? അറിഞ്ഞ അതിങ്ങനെ ഇടക്കിടക്ക് പറയണ്ട. പക്ഷെ കീരി സിംഗിൾ ആയിട്ടാ. IP കേറണ്ട കേട്ടാ. ഡയറക്റ്റ് കണ്ടിട്ടുണ്ടോ? IP കോപ്പി ഉണ്ട് ഇപ്പൊ. ഡയറക്റ്റ് കയറാൻ പറ്റും. നോക്കട്ടെ.
സത്യമാ റേഡിയോ കോൾ കൊടുക്കാമ ഇരുന്നാ 512 പ്ലേയേഴ്സ് ഓൺലൈനോ ഈ സമയത്ത്? 505 പേര് സിറ്റിയില്. പവൻ കൊറേ നേടുന്നുണ്ടല്ലോ. ഡിസ്കോഡിലെ ലൈവ് എൻഡ് ചെയ്തേക്കണേ. ഓ അല്ല, ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലൈവ് കിട്ടുന്ന ആർപ്പി കളിക്കാം. ആർപി കീറോ നോ റിയാക്ഷൻസ്. റിയാക്ഷൻസ് ചെയ്യേണ്ട ദിവസം ഞാൻ ചെയ്യും ബ്രോ. ഞാൻ ആഴ്ചയിൽ ഒരിക്കലും ആണ്ടിലൊരിക്കലും ചെയ്യണേ. അത് ചെയ്യേണ്ട സമയത്ത് ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന സമയത്ത് ബൈ ദ വേ 15, 16, 17 அது சொல்லிருந்தல்ல, அது ஆல்மோஸ்ட் ஒரு பாதி பேரு வந்துட்டாங்க. மொத்தம் 24 பேரு. ആണല്ലേ? സന്തോഷമായില്ലേ? അപ്പൊ എങ്ങനെ ലോണിന് അപ്ലൈ ചെയ്യണോ? ലോണില് പരവായില്ല, ഞാൻ പാത്തുக்கிறேன். കോച്ച് ഒരു മീറ്റപ്പ് വെച്ച് ടിവിയില് 2-3 പേരെ വരത്തുള്ളൂ എന്ന് വിചാരിച്ച് 24 പേര് ലിസ്റ്റ് ഇട്ട് ചെന്നൈയിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ബുക്ക് ചെയ്ത് പുള്ളി ഇരിക്കുവായിരുന്നു. രണ്ടുപേർക്ക് 5 പേരെ ഉള്ളത് വിചാരിച്ച് 5 സ്റ്റാർ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് അവിടെ വെച്ചിരിക്കുവായിരുന്നു. ലിസ്റ്റ് വന്നപ്പോ 24 പേര്. പുള്ളി ഇപ്പൊ ലോണിൽ അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും ബാങ്ക് അറിയാമെങ്കിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കണം പ്ലീസ്. തമിഴ്നാട്ടിലെ കോച്ച് ഞാൻ ഉണ്ടാവില്ല. മെയ്ഡ് സെറ്റ് ആയിട്ടില്ല കോച്ച് ഇവിടെ ഇതുവരെ. അവളെയും കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഏൽപ്പിച്ചിട്ട് വരാൻ പറ്റത്തില്ല. അതാ പ്രശ്നം. ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ അവരെ വന്ദേ ഭാരത് കയറ്റി വിടേണ്ട വരും. ഇവിടെ അടുത്തുണ്ടോ നോക്കാം.